പപ്പു, നീ ഇതുവരെ എവിടെയായിരുന്നു? ലൈബ്രറിയിൽ. വാർഷികത്തിന് ഇനി 2 ദിവസമുള്ളൂ. ഇത്തവണയെങ്കിലും ഞാൻ നാടകത്തിൽ അഭിനയിക്കണമെന്ന് സാറിന് വലിയ നിർബന്ധം. എന്തോ ചെയ്യാനാ. അവിടെ നിക്ക്. വാ വിളിക്ക്. അപ്പൊ ഗോവിന്ദൻ പറഞ്ഞത് ഉള്ളതാണല്ലോ ചേച്ചി. എടാ, ഉള്ളതാണോ? ഡാ പപ്പു, നീ സിഗരറ്റ് വലിച്ചോ? അയ്യോ ഇല്ല ഇല്ല കുഞ്ഞമ്മ. മുഖത്ത് നോക്കി കള്ളം പറയുന്നു. വളർന്നു പോയിന്നൊന്നും ഞാൻ കൂട്ടാക്കത്തില്ല. അടിച്ച് ഞാനൊരു മൂലക്കിരുത്തും, പറഞ്ഞേക്കാം. ഞാൻ അച്ഛൻ എഴുതട്ടെ. ഇക്കണക്കിന് നിന്നെ ഹോസ്റ്റലിൽ അയച്ചാ നീ എന്തൊക്കെ ചെയ്യില്ലടാ. ദേ, നീ ഈ വീട്ടിലെ മൂത്തുകുട്ടി. നിന്നെ കണ്ടു വേണം മറ്റുള്ളവർ പഠിക്കാൻ. അത് ഓർമ്മ വേണം. ഇതിപ്പോ ടൗണിൽ ജീവിച്ചപ്പോൾ ഇല്ലാത്ത പുതിയ ശീലങ്ങളാണല്ലോ നാട്ടുപുറത്ത് വന്നപ്പോ എന്റെ മോൻ തുടങ്ങിയിരിക്കുന്നത്. പോകത്ത്. പപ്പൂസ്, നല്ല കുട്ടിയല്ലേ? എന്നാ തുണിയൊന്നും എടുത്തേ. ഏത് തുണി? ദേ, ആ മൂന്നാമത്തത് ഒന്ന് എടുക്കു കൂട്ടാ. കീറല് തയ്ക്കാനാ. വിളിച്ചമറിയാതെ മാറി നിൽക്ക് പപ്പു. ആവശ്യത്തിനുള്ള വെളിച്ചൊക്കെ ഉണ്ട്. ഇനിയും കണ്ണ് കാണുന്നില്ലേ? ഒരു കണ്ണാടി മേടിച്ച് ഫിറ്റി. ഞാനൊരു കണ്ണാടി വെച്ചാൽ എങ്ങനെ ഇരിക്കും? ചന്തമായിരിക്കും. പാടത്തെ പാവലിന് നോക്കു കുത്തി പോലെ ഇരിക്കും. അയ്യടാ അയ്യടാ. അപ്പൊ ഒന്ന് മാറി നിൽക്ക്. ഞാൻ ഈ മെഷീൻ ചവിട്ടുന്ന എങ്ങനെയാന്ന് കണ്ടു പഠിക്കുമായിരുന്നു. രതി ചേച്ചി എന്നെ കൂടി തയ്യൽ ഓടിപ്പിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. എന്തിന്? തയ്യൽ പഠിച്ചിട്ട് ടൈലറിംഗ് ഷോപ്പ് തുടങ്ങാൻ പോവാണോ? ഓ, അങ്ങനെ ചിരിക്കൊന്നും വേണ്ട. പപ്പു, സ്വപ്നം കാണുവാണോ? അല്ല, ചെറുപ്പത്തിലെ എന്റെ ആശ ആരാകാനായിരുന്നു എന്നറിയോ? ഒരു തയ്യൽക്കാരനാവാൻ. ചെറുപ്പത്തിലോ? അപ്പോ ഇപ്പൊ എന്താ ആശ? ഞാൻ പേടിച്ചുപോയി. അമ്പാനെന്താ ഒരു വല്ലായ്മ? ഒന്നുമില്ല. അത് കള, എന്തോ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പ്രശ്നം ഇയാൾക്കല്ലാതെ അറിയാവുന്ന. എന്നാ ഞാനങ്ങ് പറയട്ടാ. എന്ത്? അമ്പാന്റെ മനോവിചാരം ഞാൻ പറയട്ടാ. എങ്കി പറ. സത്യം സത്യമാണെങ്കിൽ സംഗതി ഏക്കണം. ഒരു പെണ്ണ് കാരണമുള്ള മനോവിചാരല്ലേ അമ്പാന്? നേരാണോ?
നേരാണേ നേരാണെന്ന് പറഞ്ഞോണം, അല്ലേ ദോഷം വരുവേ. ഉം. ഏതാ പെണ്ണ്? ഒരു പെണ്ണ്? പെണ്ണിന് ഊരും പേരും ഒന്നുമില്ല അമ്പാനെ. അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നേ? ഒരു പെണ്ണ്. എന്നാലും ഒരു ലക്ഷണം പറയില്ല. ശരി, വേണ്ട. എന്നാൽ ഇനി അവൾ എവിടെ ഉള്ളതാണെന്ന് പറ. ഇവിടെ അടുത്ത് തന്നെ. കിളുന്നോ അതോ മൂത്തതോ? ഇച്ചിരി മൂത്തതാ. അപ്പൊ സംഗതി കുറെ കൂടി പ്രശ്നമാ. ഒട്ടും വഴങ്ങുന്നില്ലല്ലേ? വഴിയുണ്ട്, അമ്പാൻ ആശങ്കപ്പെടണ്ട. ശരിക്കും? എന്തായാലും വഴിയുണ്ട്. എന്തു വഴി? അമ്പാൻ വാ. എന്തു വഴി? പറയാം, വാ. ദാ, ഇവൻ ഇതുപോലെ എന്തെല്ലാം പെണ്ണു പ്രശ്നങ്ങൾ ഇക്കണ്ട കാലത്തിനിടയിൽ കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഐശ്വര്യമായിട്ടൊരു 10 രൂപ ഇട്ട് പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിച്ചോ. 2 രൂപയുള്ളൂ. ആ ഉള്ള ഇട്. വശീകരണ സ്വാഹ സ്വാഹ. ഈ ഗോവിന്ദനെ കണ്ടോ? എന്താ നമ്മുടെ കെട്ടിയോ ഇപ്പോഴും പേർഷ്യ തന്നെ അല്ലയോ? നീ നീ ഏതാടി കൊച്ചേ? നമ്മുടെ നാരായണി അമ്മയുടെ? അതെ അതെ. ആ, അങ്ങനെ പറ. പണ്ടത്തെ പോലെ കണ്ണൊന്നും പറ്റുന്നില്ല. നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞോടി മോളെ? ഇല്ല മാവാ. ആഹാ, അത് പറ. നീ ഒരു കാര്യം ചെയ്യ്, ഒഴിവുള്ള സമയത്ത് എന്റെ അടുത്തേക്ക് ഒന്ന് ഇറങ്ങ. പറ്റിയൊരു ചെറുക്കനെ ഞാൻ കണ്ടുപിടിച്ചു തരാം. അമ്മ അവനല്ലയോ പറയുന്നത്? ഈ മൂച്ചൊക്കെ സ്റ്റേജിൽ കണ്ടാ മതിയായിരുന്നു, അല്ലാതെ അവിടെ പോയി ബോധം കെട്ട് വീടരുത് കേട്ടോ. ആരാ ബോധം കിട്ടി വീഴുന്നെന്ന് നമുക്ക് കാണാം. വാ, നമുക്ക് അവിടെ പോയി ഇരിക്കാം. വാ മോളെ. ആ പപ്പു, ഫ്ലാസ്ക് എടുക്കാൻ മറക്കല്ലേ. ആ. വാ. ആ, നിന്റെ അമ്മ ഒരുങ്ങി നിൽക്കുവാന്നോ? അമ്പലത്തിലോട്ട് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞായിരുന്നു. ആ, അമ്മ വീട്ടിലുണ്ട്. ആഹാ, അതെ, രതി ചേച്ചി ഉണ്ടോ? അപ്പുറത്തുണ്ടടാ, ചെല്ല്. രതി ചേച്ചി, ഓ, പുസ്തകവും വീക്കിലും കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വെച്ചോളൂ. എന്നാ ഞാൻ പോട്ടെ. ശരി.